വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് വ്ളോഗാണ് കേട്ടോ. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണ്. ഏകദേശം ഒരു 1.5 മാസം കൊണ്ടാണ് നമ്മളുടെ പെണ്ണ് കാണലും വീട് കാഴ്ചയും എൻഗേജ്മെന്റും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ടാണ് ഞാൻ റെഡി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത വ്ളോഗ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്കേർട്ടും ടോപ്പാണ്. നോർമലി ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഈ കളർ എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും സഞ്ജുവാനും ഡ്രസ് കോഡ് ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അത് നടന്നില്ല. എല്ലാം ഇപ്പോഴത്തെ പോലെ തന്നെ ഇപ്രാവശ്യം അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ആൾ വേറെ ഏതോ ഡ്രസ്സ്, ഞാൻ വേറെ ഏതോ ഡ്രസ്സ്, അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പൊതുവേ നടക്കാറില്ല. എൻ്റെ ടേസ്റ്റും സഞ്ജുവിൻ്റെ ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആൾക്ക് ഈ കളറൊന്നും പൊതുവേ ഇഷ്ടമല്ല. കുറച്ച് ലൈറ്റ് കളറൊക്കെയാണ് ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരെ നമ്മളുടെ വീട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതും എങ്ങനെയൊക്കെയാണുള്ളതെന്നൊക്കെ ഞാൻ വഴിയെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. എത്രമാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്നൊന്നും അറിയത്തില്ല. മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ പപ്പി ചേട്ടായി ആണ്. ചേട്ടായി അവൾക്ക് കൊടുക്കേണ്ട മൊബൈൽ ഫോൺ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ പയ്യൻ സൈഡിലിരുന്ന് നല്ലപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല രസമുള്ളൊരു കുർത്തിയും പിന്നെ സെറ്റിൻ്റെ കരയുള്ള ഒരു മുണ്ടുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ് ആയിരുന്നു. വേറൊരു കുർത്തിയാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത്ര രസമില്ലാത്തതുകൊണ്ട് പിന്നെ മാറ്റിയതാണ്. അപ്പോൾ ഇത് അമ്മായിയാണ്. പിള്ളേരും എല്ലാവരും ഉണ്ട്. കസിൻസ്, ഒരുപാട് കസിൻസ് ഉണ്ട് ഇവിടെ സഞ്ജയാണ്. പക്ഷേ ആരും എനിക്ക് മുഖം തരുന്നില്ല. എല്ലാവരും ഭയങ്കര ഷൈയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അച്ചക്കുട്ടി. അച്ഛനെ നിങ്ങൾക്ക് അറിയുണ്ടാകും, എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക്. അച്ഛനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ പയ്യൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെടും. സഞ്ജുവിൻ്റെ വീട് മൊത്തം എൻ്റെ സഞ്ജുവേട്ടൻ്റെയും ഫ്രെയിമുകളാണ്. എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ത് പരിപാടി വന്നാലും ഞാനൊരു ഫ്രെയിം സഞ്ജുവേട്ടന് ചെയ്ത് കൊടുക്കാറുണ്ട്. ബർത്ത്ഡേക്ക് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടി ആണെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കൊടുത്ത് ഏകദേശം ഒരു 8-9 ഫ്രെയിം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ദേവോന് എടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോണും പിന്നെ അവൾക്ക് കൊടുക്കേണ്ട ഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 10 ഒരു സമയത്തിനൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 11 മണി ഒരു ടൈമിലേക്ക് ദേവുൻ്റെ വീട്ടിൽ കയറണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി 10:15 ആയപ്പോഴേക്കും നമ്മളെ വീട്ടിലേക്ക് വരേണ്ട എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണോ സഞ്ജുവേൻ്റെ ഫാമിലീസിൻ്റെ എല്ലാവരുടെ വീടും ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റ് മാത്രമേ നമ്മളെ വീട്ടിൽ നിന്ന് ദേവുൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഏതോ ഒരു ഷോർട്ട് കട്ടൊക്കെ വഴി പോയാൽ പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പം ഞങ്ങൾ 4 പേരുമാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും റിസ്വാൻ ചേട്ടനും നമ്മളെ പയ്യനും സഞ്ജുവേട്ടനുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സഞ്ജുവേട്ടൻ അനിയൻ പയ്യൻ എന്നൊക്കെ പറയുന്നത് ആൾക്ക് നല്ലൊരു പേരുണ്ട് വീട്ടിൽ വിളിക്കുന്നത്. ജന്മം ചെയ്ത് എന്നെ വിളിക്കാൻ സമ്മതിക്കത്തില്ല, വീഡിയോയിൽ പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള പേര് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ പറയാത്തത്. അപ്പം നമ്മൾ 4 പേരും വണ്ടിയിൽ കയറാൻ മെയിൻ ഒരു ഉദ്ദേശമുണ്ട്. ദേവുവിന് കൊടുക്കേണ്ട മിഠായി ഉണ്ടല്ലോ നമ്മളിങ്ങനെ പാക്ക് ചെയ്തിട്ടില്ലേ, അത് പോകുന്ന വഴിക്കാണ് നമുക്ക് വാങ്ങാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 4 പേരും വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബാസ്ക്കറ്റും മോഡൽ കാര്യങ്ങൾ, നമ്മൾ കയ്യിൽ പിടിക്കേണ്ട ബൊക്കേൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അവർ റെഡിയാക്കി വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. തലേ ദിവസം നമ്മളെ പെരുന്നാൾ ആയതുകൊണ്ട് അത് നമ്മളൊന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓപ്പൺ ആണോ എന്നുള്ളത്. പിന്നെ എല്ലാം ഒക്കെ ആയിരുന്നു, വലിയ പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാളികാവന്നെയാണ് കേട്ടോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പിക്ക് ചെയ്യാനും എളുപ്പമായിരുന്നു. ഈ 2 മോഡൽസ് ആണോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാസ്ക്കറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ പിടിക്കുന്നതൊക്കെ പറയാൻ പറ്റില്ല, അത്ര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്തൊന്നും ഇങ്ങനത്തെ ബൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതാൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ബൊക്കെയൊന്നും അന്ന് അത്ര സജീവം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട്, നല്ല രസമാണ്. പക്ഷെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഈ ബൊക്കെ കൈ പിടിക്കുന്ന ബൊക്കെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് ചെയ്യണമായിരുന്നു. ജസ്റ്റ് ഈ ബ്ലാക്ക് ഷീറ്റ് ഫുൾ ഇങ്ങനെ കവർ ചെയ്യാതെ ചരിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ട് കാണുമായിരുന്നു എന്ന് തോന്നിയിട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ബൊക്ക് ചെയ്യുന്നവർ ചരിച്ചൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടും സമയം കളയാതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ബാക്കിൽ അമ്മ എല്ലാവരും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റെഡിയായി നിൽക്കണ്ടോ. എനിക്ക് എത്ര വീഡിയോ എടുക്കാൻ വരുന്നൊന്നും അറിയില്ല. മാക്സിമം ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം എവിടം വരെ എന്തൊക്കെയാണ് എന്നുള്ളത്. എനിക്കെന്തോ ടെൻഷൻ പോലെ, കുറേ നേരമായിട്ട് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് എനിക്കാണ് ടെൻഷൻ. അനിയനൊരു കുഴപ്പമില്ല.
കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിന് പിന്നെ പ്രത്യേകിച്ച് ടൈം കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വന്ന പടം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു, വന്ന ക്ഷീണത്തിന് ഇരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ പയ്യനും നമ്മളെല്ലാവരും കൂടെ ദേവിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് ഓൺ വോയിസ് കൊടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിനോടായിരുന്നു താല്പര്യം, കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ അത് വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ എല്ലാവരും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ വേറൊരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് പോവല്ലേ, ദേവിൻ്റെ വീട്ടുകാരായിട്ട് നമുക്ക് വലിയ പരിചയ കാര്യങ്ങളൊന്നും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും ഇരുന്നപ്പോൾ നമ്മളുടെ മുതിർന്ന ആൾക്കാരല്ലേ, നമ്മളെ 2 ഫാമിലിയിലും ദേവുവിൻ്റെ ഫാമിലിയിലും നമ്മളുടെ ഫാമിലിയിലെ മുതിർന്ന ആളുകളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയായിരുന്നു കേട്ടോ. അതായത് എൻഗേജ്മെൻറ്റിനെ കുറിച്ചും പിന്നെ കല്യാണം ഏകദേശം എപ്പോഴേക്കാണ് വെക്കേണ്ടതിനെ കുറിച്ചും പിന്നെ പരിചയപ്പെടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വോയിസ് കൊടുക്കാത്ത കാരണം ഭയങ്കര ഒച്ചയും ബഹളമാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ സംസാരിക്കുന്ന വീഡിയോ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പുറകിൽ ഞങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഇവരുടെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ എൻഗേജ്മെൻറ്റ് ചടങ്ങിലേക്ക് കടക്കുന്നത്. എൻ്റെ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പൊതുവെ എനിക്കറിയില്ല, ഓരോ സ്ഥലത്തും ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് അല്ലേ ഓരോ ചടങ്ങ് കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 2 കൂട്ടരും കൂടി ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ടൈമിൽ പ്രത്യേകിച്ച് മാരേജ് എപ്പോഴേക്കാണ് നടത്തേണ്ടത് അങ്ങനത്തെ പ്ലാനും പദ്ധതിയൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചീൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എപ്പോഴാച്ചാൽ നോക്കിയിട്ട് നടത്താമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ടൈം കാണാത്തതുകൊണ്ട് അന്ന് ഇങ്ങനെ മാരേജിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 1 ഇയർ ടൈമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. ബാക്കി കാര്യങ്ങൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരുടെ ചർച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ എൻഗേജ്മെൻറ്റ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ദേവ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ദേവിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തെങ്കിലും എങ്ങനെയാണ് ആൾ ഒരുങ്ങി റെഡി ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ 2-3 പേര് പോയിട്ട് ദേവിനെ റെഡിയാക്കാന്നുള്ള രീതിയായിരുന്നു. ദേവിൻ്റെ ഒക്കെ ഭാഗത്ത് അങ്ങനെയാണ് കേട്ടോ, നമ്മൾ പയ്യൻ്റെ വീട്ടുകാർ പോയിട്ട് റെഡിയാക്കാന്നുള്ള രീതിയായിരുന്നു. പിന്നെ അവരുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആൾ നാട്ടിലായിരുന്നു, ആൾ വന്നതുകൊണ്ട് തന്നെ ആൾ റെഡിയാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ അവരവിടുന്ന് റെഡി ആവാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ദേവുവിന് നമ്മൾ എടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ആളും കൂടെ വൈറ്റും ഈ കളറും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ വേണം എന്നുള്ള ആ ഒരു പ്ലാനിലായിട്ട് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ എൻഗേജ്മെൻറ്റ് ചടങ്ങിലേക്ക് കടന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മളുടെ പയ്യൻ പെണ്ണിന് ബൊക്കെ കൊടുത്തിരിക്കുകയാണ്, അതായത് നമ്മളെ സജിന് ദേവൂര് ബൊക്കെ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അമ്മ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കാണ്ട് ചെയ്യാറുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ മിഠായി കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. അപ്പം അമ്മ നേരെ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൊളുത്തൊന്ന് മുറുക്കി കൊടുക്കാൻ വേണ്ടി ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി അവരുടെ എൻഗേജ്മെൻറ്റ് കണ്ടപ്പോൾ. കുറച്ച് കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അവരുടെ എൻഗേജ്മെൻറ്റൊക്കെ വളരെ പെട്ടെന്നാണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. 2 പേരും ആഗ്രഹിച്ച പോലെ തന്നെ നല്ല രീതിക്ക് എല്ലാ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ പോയിട്ട് ഇതുപോലെ മിഠായി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പൊന്നാണ് കേട്ടോ, സഞ്ജുവേട്ടൻ്റെയും ഇവരുടെയൊക്കെ കസിനാണ്. അപ്പോൾ ആളാണ് എനിക്കും ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ആളാണ് മിഠായി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവൾ തന്നെയാണ് ദേവുവിന് ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സഞ്ജുവേട്ടനാണ് കേട്ടോ ആൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഈ വെഡ്ഡിങ് പോലെ ഒരുപാട് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇതുപോലെ ബ്രേസ്ലെറ്റ് ഇടുക, അല്ലെങ്കിൽ മിഠായി കൊടുക്കുക, ഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ ഫോൺ കൊടുക്കുക, ഇത്ര ചടങ്ങ് കൊണ്ട് കാര്യം കഴിയുമല്ലോ. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് നിന്നുള്ള ഫോട്ടോഷൂട്ടിലായിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോഗ്രാഫറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടിലാണ് നമ്മൾ ഫാമിലി എല്ലാവരും നിന്നിട്ടും പിന്നെ 2 സഞ്ജുവേട്ടനും മുനുസും നിന്നിട്ടും ഞാൻ ഇവർ 2 ആളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവരുടെ കൂടെ നിന്നിട്ടൊക്കെയുള്ള ഫോട്ടോഷൂട്ടിലായിരുന്നു. നമ്മളെല്ലാവരും ഫാമിലീസും ദേവുവിൻ്റെ ഫാമിലീസും എല്ലാവരും ഫോട്ടോഷൂട്ടിലായിരുന്നു കേട്ടോ. നേരെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നെയ്ച്ചോറും നമ്മൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പന്തിയിൽ ഞാൻ പോയി കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവരെല്ലാവരും ഇരിക്കുന്നു പറഞ്ഞപ്പോൾ ചാടി കയറി ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം ആരും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനൊക്കെ കൂടെ പോയിട്ട് വേഗം ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ദേവു നേരെ നമ്മൾ കൊടുത്തിട്ടുള്ള മിഠായിസൊക്കെ തരുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ. അങ്ങനെ അതിനുശേഷം പിന്നെ ഫ്രീ
ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ചേട്ടായും ചേച്ചിയാണ്, സഞ്ചേട്ടായി അമ്മ ചേച്ചിയാണ്, അങ്ങനെ ഓരോരുത്തർ സിംഗിളായിട്ടും അല്ലാതെ ആയിട്ടൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇവരുടെ കപ്പിൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ദേവുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വീടിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരം പോണ ഒരു പഴയ തറവാട് വീടാണ്. അവളുടെ മിസ്സിൻ്റെ പണ്ടത്തെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. പണ്ടത്തെ വീടില്ലേ, അങ്ങനെയൊന്നും ഇപ്പം ഇല്ലല്ലോ അധികം. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ആ വീട് നോക്കി നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് കാണാനുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട് നല്ല വൃത്തിക്ക് തന്നെയാണ് ആ വീട് കടന്നിട്ടുണ്ടായിരുന്നത്. ഒരു സഞ്ജുവേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ തകൃതിയായി ഫോട്ടോ എടുത്തോണ്ടിരിക്കുക അവിടെ. ലൊക്കേഷൻ ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫോട്ടോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഞാനും റിസ്വാൻ ചേട്ടനും നമ്മളെ ഫോട്ടോഗ്രാഫറും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. സഞ്ജുവേട്ടൻ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സഞ്ജുവേട്ടന് കാലിന് വയ്യാത്തതുകൊണ്ട് ആൾ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്ന് നിൽക്കാൻ കാര്യത്തിനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ കസിൻസ് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തകൃതിയായിട്ട് രണ്ടുപേരെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ ഫോട്ടോഗ്രാഫർ പറഞ്ഞനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് രണ്ട് കൂട്ടർ നിൽക്കുന്നുണ്ട്. അവരവിടെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ നമ്മളുടെ ഈ പഴയ തറവാട് വീടിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണ് സംഭവം, ഞങ്ങൾ ഇങ്ങനത്തെ വീട് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ പഴയ തറവാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ നാലുകെട്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ല ചെറിയൊരു ഇതുപോലെ, അത് അവരുടെ കുടുംബക്ഷേത്രമുണ്ടോ. പണ്ട് എല്ലാ വീട്ടിലും ഇതുപോലെ ക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലേ. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീട് വെച്ചാൽ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ടൊക്കെ ഏകദേശം അതിൻ്റെ വിത്തൊക്കെ വിണ്ട് കാര്യങ്ങളൊക്കെ വരും. പക്ഷെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഈ ഒരു പഴയ തറവാട് വീട് ഇത്ര ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അത്രയും ഉറപ്പിൽ സാധനം ഉണ്ടാക്കിയോണ്ടാന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൾതാമസം ഇല്ലാഞ്ഞിട്ടും ഇത്രയും ഉറപ്പോടുകൂടി സാധനം നിൽക്കില്ലെന്ന് അത്രയും നന്നായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ വീടിൻ്റെ ഓരോ സ്ഥലത്തായിട്ട് ഓരോ രീതിക്ക് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ചേട്ടായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോസും നമ്മളെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ കാണാൻ നല്ല രസമായിട്ട്. ഇപ്പോൾ ഈ ഇവർ നടക്കുന്നില്ല, ഈ ഓടുന്നില്ല, ഇതൊക്കെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആ വീഡിയോ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് ചാനലിൽ കൊടുക്കാം. നല്ല രസമുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേട്ടായിയാണ്. ചേട്ടായി ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പപ്പി ചേട്ടായി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പപ്പി ചേട്ടായി, മോനൂസ്, സൺചേട്ടായി, നമ്മളെ കണ്ണന്, പിന്നെ രഞ്ജിത്തേട്ടൻ എല്ലാവരും കൂടെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ സിംഗിൾ ഫോട്ടോസ് എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ എന്താ മറ്റേ അത് കാണില്ല, അത് ഒക്കെ നാളെ യൂട്യൂബിൽ വരും കുഞ്ഞാ. എല്ലാരും കാണും. കുഞ്ഞു നാളെ ഫുള്ള് ലൈക്കും ഇവരെല്ലാവരും കൂടെ വന്നപ്പോഴാണ് ശരിക്കും മനോരോളമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നേരം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരും കൂടെ വന്നപ്പോൾ ഫുൾ കോമഡിയായി. നമ്മൾ സമയം പോണതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സഞ്ജുവിനോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. സഞ്ജുവിൻ്റെയൊക്കെ വലിയ ഭാഗ്യമാണ് ഇത്രയും കസിൻസ് ഉള്ളതെന്നുള്ളത്. എനിക്കും ചേച്ചിക്കൊക്കെ കസിൻസൊക്കെ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ് ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ. പക്ഷേ സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കസിൻസ് ഉണ്ട്. ഇവരെല്ലാവരും ഏകദേശം ഒരേ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ഏകദേശം ഒരേ വൈബിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ ഒക്കെ കൂടിയാൽ നമ്മൾ സമയം പോണതേ അറിയില്ല. ചിരിച്ച് ചിരിച്ച് ഒരു വിദ്ധാകുമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്.
അതായത് അങ്ങനെ ജാട വെച്ചിരിക്കുക അങ്ങനത്തെ കേസൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. ആദ്യമേ എന്നെ കണ്ടപ്പോഴേ അവരെല്ലാവരും നല്ല കമ്പനിയാണ്. നമ്മൾ ഒരുപാട് വർഷമായിട്ടുള്ള പരിചയം പോലെയാണ് കേട്ടോ എല്ലാവരും. നമ്മൾ ഫസ്റ്റ് കാണുമ്പോഴേ നമ്മളോട് കമ്പനി ആവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇവരോട് എല്ലാവരോടും കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ചേട്ടായിമാരെ പുകഴ്ത്തി സമയം പോലും ഞാൻ അറിഞ്ഞില്ല. അവിടെ നല്ല തകൃതിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് ഈ വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബ് ഷോർട്സിൽ കൊടുക്കാം. കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ. ഇതൊരിടയ്ക്ക് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. എൻഗേജ്മെൻറ്റ് എന്തായാലും ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കാം. കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് കുറച്ച് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫോട്ടോഗ്രാഫർ നല്ല തകൃതിയായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും കേട്ടോ. എന്തിനാ ചെയ്യണ്ടേ, എന്താ ചെയ്യണ്ടേ, അങ്ങനെ ഓടൂ ചാടൂ കറങ്ങൂ തിരിയൂ അങ്ങനെയൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഈ വ്ളോഗിൽ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. സ്റ്റാർട്ടിങ്ങിലേ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതായിരുന്നു, പക്ഷേ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. എൻഗേജ്മെൻറ്റിന് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആദ്യം എൻഗേജ്മെൻറ്റ് പറഞ്ഞ ഡേറ്റിൽ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില കാരണങ്ങളുണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുവൈറ്റിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ അവിടെയാണെങ്കിൽ ചേച്ചീൻ്റെ മാഷിൻ്റെ അവിടെ ഒരു അടുത്ത ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. സോ അവർക്ക് അതും മുടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മമ്മച്ചീൻ്റെ കുഞ്ഞച്ചയ്ക്കും വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ നല്ല വീഡിയോ ഇനി വന്നതാണ്. ടാറ്റാ.